കോതമംഗലം എം.എ. കോളേജിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഉജ്ജ്വല വിജയമായിരിക്കുന്നു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം മാനേജ്മെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. ജീവനൊടുക്കിയ അരുണാചൽ പ്രദേശ് സ്വദേശി മിച്ചി മാർപ്പുവിന്റെ മരണത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്തും. പ്രിൻസിപ്പൽ അന്വേഷണത്തിൽ ഇടപെടില്ലെന്നും വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് കിട്ടിയിരിക്കുകയാണ്. രേഖാമൂലം നൽകിയ ഉറപ്പ് ലംഘിച്ചാൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് വിദ്യാർത്ഥികളും സമര നേതാക്കളും പറഞ്ഞു. രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്യാമ്പസുകളിൽ എന്തുകൊണ്ട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം അനിവാര്യമാകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയായിരുന്നു കോതമംഗലം എം.എ. കോളേജിലെ വിദ്യാർത്ഥി പ്രതിഷേധം. ഒരു സഹപാഠിയുടെ ജീവന്റെ വിലയുള്ള പ്രതിഷേധത്തിൽ ഭരണ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഒരുമിച്ച് അണിനിരന്നതും നമ്മൾ ഇന്ന് കണ്ടു. സമരവിജയത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടതും SFI, KSU നേതൃത്വങ്ങൾ ഒരുമിച്ചാണ്. കോതമംഗലത്തെ കേരള സ്റ്റോറി കാണാം. മരണത്തിന് ഉത്തരവാദികളായുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കറക്റ്റായുള്ള നടപടികൾ ക്യാമ്പസിനകത്ത് ഉണ്ടാവും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാമ്പസിൽ നമ്മൾ പ്രാഥമികമായിട്ടുള്ള ആവശ്യമുള്ള 12 ആവശ്യങ്ങളുണ്ട്. ആ 12 ആവശ്യങ്ങളും ഈ കമ്മിറ്റി ചർച്ച ചെയ്യും. അതിനുവേണ്ട ചർച്ച ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥികളെതിരെയും ഡിസിപ്ലിനറി ആക്ഷൻസ് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഗ്രീവൻസ് കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. ആ കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ച് വേണ്ട നഷ്ടപരിഹാര തുക എന്തായാലും തീരുമാനിച്ച് ആ വിദ്യാർത്ഥിയുടെ പാരന്റ്സിന് കൊടുക്കുന്നതായിരിക്കും. വിവരങ്ങളുമായി സൈഫുന്നിസ അലിയാർ ചേരുകയാണ്. സൈഫുന്നിസ, ഇന്ന് രാവിലെ തുടങ്ങി വിദ്യാർത്ഥികൾ അവിടെ പ്രതിഷേധത്തിലാണ്. ആ കോളേജിന്റെ മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുമ്പോൾ പോലും അവിടുത്തെ മാനേജ്മെന്റ് രാവിലെ കുട്ടികളോട് കാണിച്ചത് വളരെ മോശമായിട്ടുള്ള തരത്തിലുള്ള പ്രതികരണമായിരുന്നു. ആ കുട്ടികളുടെ ഇടയിലേക്ക് വാഹനം കയറ്റിപ്പോകുന്ന പ്രിൻസിപ്പളിനടക്കം നമ്മൾ കണ്ടതാണ്. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊരു പ്രശ്നമുണ്ട്. ഇവർ സമരത്തിന്റെ അങ്ങേ അറ്റം കണ്ടിട്ട് മാത്രമേ അടങ്ങുള്ളൂ എന്നുള്ളൊരു കാലഘട്ടം, ആ ഒരു ധൈര്യം കൂടി കുട്ടികൾക്കുള്ള സമയമാണ്. ഈ വിദ്യാർത്ഥികളോട് മാന്യമായി സംസാരിക്കുക, അവരുടെ ആവശ്യങ്ങൾ കേൾക്കുക, അതിന് കൃത്യമായി മറുപടി നൽകുക എന്നുള്ളത് മാനേജ്മെന്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇതൊന്നും രാവിലെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അതിനൊരു തീരുമാനമായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ ഐക്യത്തോടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും ഐക്യത്തോടെ അവർ ആ സമരം വിജയിച്ചിരിക്കുകയാണ്. തീർച്ചയായും വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും കൂട്ടായി നിന്നുള്ള ഒരു സമരത്തിന്റെ വിജയമാണ് ഇന്ന് നമ്മൾ കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ കണ്ടത്. കോളേജിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത ക്രെഡിറ്റ് സ്കോർ ആയിരുന്നു. അതായത് KTU നിർദ്ദേശിക്കുന്ന, സാങ്കേതിക സർവകലാശാല നിർദ്ദേശിക്കുന്ന ക്രെഡിറ്റ് സ്കോർ പോലും 18 പക്ഷേ മാർ അത്തനേഷ്യസ് കോളേജിൽ അത് 22. അതായത് കോളേജിന്റെ നിലവാരം പുറത്തേക്ക് വരുമ്പോൾ അത് കൂടുതൽ മെച്ചപ്പെട്ട നിലവാരവും മെച്ചപ്പെട്ട കുട്ടികളുമാണ് കോളേജിൽ നിന്ന് വിജയിച്ചു വരുന്നതെന്ന ഒരു പ്രതീതി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു കോളേജിന്റെ ഒരു പ്രധാനപ്പെട്ട ഈ തീരുമാനത്തിന് പിന്നിലുള്ളത്. പക്ഷേ അത് കുട്ടികൾക്കുണ്ടാക്കുന്ന സമ്മർദ്ദം വലുതായിരുന്നു. ഇപ്പോൾ ഈ മരിച്ച മിർച്ചി മർപ്പു തന്നെ 20 സ്കോർ നേടിയിരുന്നു. സാധാരണഗതിയിൽ KTUവിന്റെ നിലവാരത്തിൽ വെച്ചാൽ ആ സ്കോർ ആ കുട്ടിക്ക് വേണ്ടതാണ്. പക്ഷേ അത് മാർ അത്തനേഷ്യസ് കോളേജിന്റെ നിലവാരത്തിൽ ആ കുട്ടി എത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ് കുട്ടിയെ ഇയർ ബാക്ക് ചെയ്തത്. ഇയർ ബാക്ക് ചെയ്യുക മാത്രമല്ല, ഈ കോളേജിലെ ഹോസ്റ്റലിൽ വേണ്ടത്ര സംവിധാനങ്ങളോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ ഇല്ല. ഈ കോളേജിൽ വരുന്ന എല്ലാ കുട്ടികളെയും പാർപ്പിക്കാനുള്ള ഹോസ്റ്റൽ സംവിധാനം കോളേജിലില്ല. അതുകൊണ്ട് തന്നെ കോളേജ് അതിന് എടുത്തിരിക്കുന്ന ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് നല്ല സ്കോറുള്ള കുട്ടികൾക്ക് ഹോസ്റ്റൽ അനുവദിക്കും, അല്ലാത്ത കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് മാറണം. അങ്ങനെ 2 കാര്യങ്ങളാണ് മിർച്ചി മാർപ്പുവിൻ്റെ കാര്യത്തിലുണ്ടായത്. ഒന്ന്, ഈ കുട്ടിക്ക് ഈ ക്രെഡിറ്റ് സ്കോർ നഷ്ടമായി, ക്രെഡിറ്റ് സ്കോർ ഇല്ല എന്ന കാര്യത്തിൽ ഇയർ ബാക്ക് ചെയ്യപ്പെട്ടു. മറ്റൊന്ന്, ഈ കുട്ടിയെ ഹോസ്റ്റലിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ 2 കാരണങ്ങൾ ഈ കുട്ടിയുടെ മുൻപിലുണ്ടായിരുന്നു. ആ കുട്ടി വലിയ രീതിയിൽ മനോവിഷമത്തിലായിരുന്നു. വീട്ടുകാരോട് എന്ത് പറയുമെന്നുള്ള വിഷമത്തിലൊക്കെയാണ് പിന്നീട് ഈ കുട്ടിയുടെ മരണ വാർത്ത ശനിയാഴ്ച പുറത്തേക്ക് വരുന്നത്. ഈ മരണം ഉണ്ടായതിന് പിന്നെ തന്നെ വിദ്യാർത്ഥി പ്രതിനിധികളെല്ലാവരും തന്നെ, അല്ലെങ്കിൽ കോളേജിലെ വിദ്യാർത്ഥികളെല്ലാവരും തന്നെ സംഘടിച്ചിരുന്നു. ഞായറാഴ്ച തന്നെ അവിടെ കോളേജ് ഗേറ്റ് പൂട്ടി ഒരു സമരം നടത്തിയിരുന്നു SFIയുടെ നേതൃത്വത്തിൽ. അതിനുശേഷവും ഇന്നലെയും ഒക്കെ ശക്തമായ സമരമുണ്ടായി. ഇന്ന് അതിൻ്റെ കുറച്ചുകൂടി അപ്പുറത്തേക്കുള്ള സമരമായിരുന്നു. വിദ്യാർത്ഥികൾ പ്രിൻസിപ്പളിനെ ഖരാവോ ചെയ്യുന്ന ലെവലിലേക്കൊക്കെ പോകുന്നു. പ്രിൻസിപ്പൾ ഈ കുട്ടികൾ കൂട്ടമായി നിന്ന് ആ
കൂട്ടത്തിലേക്ക് അതിവേഗം വാഹനം കൊണ്ടുവന്ന് കടന്നു പോകുന്നു. അങ്ങനെയൊക്കെ ഉള്ള വലിയ രീതിയിലുള്ള സമര രീതികളൊക്കെ നമ്മൾ അവിടെ കാണുകയും ചെയ്തു ഇന്ന് രാവിലെ മുതൽ. പിന്നീട് പ്രിൻസിപ്പലിനെ ഖരാവോ ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ നീങ്ങിയ ശേഷമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചത്. ഇതിൽ ചർച്ചയിൽ പങ്കെടുത്തത് കോളേജിൽ നിന്നുള്ള 20 വിദ്യാർത്ഥികളും ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥി യൂണിയനിന്റെ പ്രതിനിധികളുമാണ്. അതായത് ഈ KSUവിന്റെയും SFIയുടെയും പ്രതിനിധികൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് സംസ്ഥാന നേതാക്കന്മാർ തന്നെ ചർച്ചയ്ക്ക് പങ്കെടുത്തു എന്നതാണ്. ഏകദേശം 2 മണിക്കൂറോളം ഈ ചർച്ച നീണ്ടു നിന്നു. 2 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ വിദ്യാർത്ഥികൾ പലവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു. അതായത് മിർച്ചി മാപ്പുവിന്റെ മരണത്തിന് ഉണ്ടായ കാരണവും അല്ലെങ്കിൽ ശേഷമുണ്ടായ പ്രശ്നങ്ങളും ഒന്നുമല്ല. അതിനൊപ്പം തന്നെ അതിനു മുൻപ് കോളേജിൽ ഉണ്ടായ പല രീതിയിലുള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല രീതിയിലുള്ള കാരണങ്ങളുണ്ടായിരുന്നു. അതിലെല്ലാം തന്നെ വിഷയങ്ങളിൽ പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്തായാലും ഇതെല്ലാം പഠിക്കുവാനായൊരു ആഭ്യന്തര അന്വേഷണ സമിതിയെ നിയോഗിക്കുകയാണ്. എന്തായാലും കോതമംഗലത്തെ കേരള സ്റ്റോറിയാണ് നമ്മൾ കണ്ടത്. സന്തോഷം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചിട്ടുണ്ട് മാനേജ്മെന്റ്. സൈഫുന്നിസയാണ് വിവരങ്ങൾ നൽകിയത്.